നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ്. മലയാള പുതുവർഷ ഫലത്തിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ചിത്തിര നക്ഷത്രക്കാർ 2 കൂറിൽ വരുന്ന നക്ഷത്രമാണ്. കന്നിക്കൂർ, ചിത്തിര പകുതി കന്നിക്കൂറിലും ചിത്തിര പകുതി മറുപകുതി തുലാക്കൂറിലാണ് വരുന്നത്. കന്നിക്കൂറുകാർക്ക് വേഴം 10ലാണ് വരുന്നത്, അത് ഗുണമാണ്. തുലാക്കൂറുകാർക്ക് വേഴം 9ൽ വരുന്നതാണ്, അത് ഭാഗ്യസ്ഥാനമാണ്, അതും ഗുണമാണ്. അപ്പോൾ 10 എന്നുള്ളത് കർമ്മസ്ഥാനവും 9 എന്നുള്ളത് ഭാഗ്യസ്ഥാനവുമാണ്. അപ്പോൾ ഈ രണ്ടിലും ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും. ഈ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ഭാഗ്യാനുഭവങ്ങളുണ്ടാകും, ധനപരമായ നേട്ടങ്ങളുണ്ടാകും, ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് വിജയമുണ്ടാകും, ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ടിക്കറ്റ് എടുത്താൽ ഏതെങ്കിലും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ പിതാവിൽ നിന്നും ഗുണങ്ങളുണ്ടാവും, പിതാവിൽ നിന്നും നേട്ടങ്ങളുണ്ടാവും. 9 പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ്. 10 കർമ്മസ്ഥാനമാണെങ്കിൽ 9 പിതാവിൻ്റെ സ്ഥാനവും ഭാഗ്യസ്ഥാനവും കൂടിയാണ്. പിതാവിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. പിതൃ സ്വത്ത് കിട്ടാനായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടേണ്ടവർക്ക് പിതൃസ്വത്ത് ഭാഗം വെച്ച് കിട്ടാനൊക്കെയുള്ള അവസരവും ഈ സമയത്ത് ഉണ്ടാവും. പിന്നെ ശനി കന്നിക്കൂറുകാർക്ക് 7ലും തുലാക്കൂറുകാർക്ക് 6ലും നിൽക്കുകയാണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ കണ്ടകസ്ഥാനത്താണ് ശനി വരുന്നത്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയായിട്ട് വരും. കണ്ടകശനി 7ലാണ്. 7 എന്ന് പറഞ്ഞാൽ ഭാര്യസ്ഥാനവും സ്ത്രീ സ്ഥാനവും ദാമ്പത്യപരമായ സ്ഥാനമാണ് 7. അപ്പോൾ ദാമ്പത്യ കലഹങ്ങളുണ്ടാകാം, സ്ത്രീ കലഹങ്ങളുണ്ടാകാം, ദാമ്പത്യ സുഖഹീനത ഉണ്ടാകാം. കണ്ടകശനി ദോഷാനുഭവങ്ങൾ പല വിധത്തിലുണ്ടാക്കിയെന്ന് വരും. ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകാം. പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് 7 ഗുണകരമാണ്. വിദേശയാത്രയ്ക്ക് അനുകൂലമായി ആണ് ഈ 7ൽ നിൽക്കുന്ന ശനി. വിദേശയാത്ര സംബന്ധിച്ച് ഗുണം ചെയ്യും. എന്നാൽ മറ്റു കാര്യങ്ങളിൽ 7ൽ നിൽക്കുന്ന ശനി ദോഷാനുഭവങ്ങളാ തരുള്ളൂ. അതുകൂടാതെ തുലാക്കൂറുകാർക്ക് ശനി 6ലാണ് വരുന്നത്. അപ്പോൾ 3, 6, 11 പാപഗ്രഹം നിന്നാൽ നല്ലതാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 6ൽ നിൽക്കുന്ന ശനി ഗുണം ചെയ്യും. കന്നിക്കൂറുകാർക്ക് ദോഷമാണെങ്കിൽ തുലാക്കൂറുകാർക്ക് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്. കൂടാതെ രാഹു കന്നിക്കൂറുകാർക്ക് 6ലും തുലാക്കൂറുകാർക്ക് 5ലുമാണ് വരുന്നത്. രാഹു കന്നിക്കൂറുകാർക്ക് 6ലും തുലാക്കൂറുകാർക്ക് 5ലും വരുന്നതാണ്. അപ്പോൾ 3, 6, 11 നിൽക്കുന്ന പാപഗ്രഹം ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 6ൽ നിൽക്കുന്ന രാഹു ഈ കന്നിക്കൂറുകാർക്ക് രോഗശമനമുണ്ടാക്കും, ശത്രുജയമുണ്ടാക്കും. രോഗങ്ങളുള്ളവർക്കാണെങ്കിൽ രോഗമുക്തി നേടാനായിട്ട് സമയം വരും. ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ വഴി ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. ശത്രുദോഷം മാറിക്കിട്ടും, ശത്രുക്കളിൽ നിന്ന് ജയമുണ്ടാവും. ശത്രുപരമായിട്ട് ശത്രുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ രാഹു കന്നിക്കൂറിൽ 6ൽ നിൽക്കുന്നത് നല്ലതാണ് ഈ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. എന്നാൽ തുലാക്കൂറിൽ നിൽക്കുന്ന രാഹു 5ലാണ് വരുന്നത്. അത് സന്താന ദോഷങ്ങൾ തരും, സന്താന തടസ്സങ്ങൾ ഉണ്ടാക്കും. സന്താനങ്ങളിൽ നിന്നും നല്ല വാക്ക് കേൾക്കാനിട വരില്ല. സന്താനങ്ങളെ കൊണ്ട് ദോഷാനുഭവങ്ങളാണ് കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ തുലാക്കൂറിൽ നിൽക്കുന്ന രാഹു, 5ലെ രാഹു ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച്, തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ദോഷാനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ കേതു കന്നിക്കൂറിൽ 12, കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 12 ദോഷം ചെയ്യും. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 11 ഗുണവും ഉണ്ടാവും. അപ്പോൾ കന്നിക്കൂറുകാരേക്ക് കേതു 12 നിൽക്കുന്നാൽ പാപസ്ഥാനമാണ്, പാപപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇടവരും, ചെലവ് കൂടും, ചെലവിൻ്റെ സ്ഥാനം കൂടിയാണ്. അപ്പോൾ ദോഷാനുഭവങ്ങൾ ആണ് കന്നിക്കൂറിൽ കേതു നിന്നാൽ. എന്നാൽ തുലാക്കൂറിൽ 11 കേതു നിൽക്കുന്നത് ഗുണം ചെയ്യും. 3, 6, 11 നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ
തുലാക്കൂറിലെ 11 നിൽക്കുന്ന കേതു ഇവർക്ക് 11 വരവിൻ്റെ സ്ഥാനമാണ്. ധനനേട്ടങ്ങളുണ്ടാവും, ധനപരമായ വരവുണ്ടാവും, പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധനനേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകും. പിന്നെ ചെലവിൽ കൂടുതൽ വരവുണ്ടാവും. വരവാണല്ല, വരവിൻ്റെ സ്ഥാനമല്ല 11. അപ്പോൾ 11 ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർക്ക് കേതു തുലാക്കൂറുകളിൽ നിന്നാലുണ്ടാവുന്നത്. ഇവർ പ്രശ്നപരിഹാരമായിട്ട് ശാസ്താപ്രീതി നേടുന്നത് നല്ലതാണ്. ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക, എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, ശനീശ്വരന് നീരാഞ്ജനം, എള്ളു നിവേദ്യം, ശനീശ്വര പൂജ ഇതെല്ലാം നടത്തുന്നത് നല്ലതാണ്. അതേപോലെ നാഗങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നാഗതാന്മാർക്ക്, നാഗദൈവങ്ങൾക്ക്, നാഗരാജാവിന്, നാഗേക്ഷിയമ്മക്കൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഗുണകരമാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.